വെൽക്കം ബാക്ക് എവരിവൺ, ദിസ് ഇസ് പ്രണയ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ കുറേ നാളായിട്ട് വീഡിയോസൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല, സ്കൂളിൽ എക്സാംസൊക്കെ നടക്കായിരുന്നു. അപ്പോൾ ഇന്ന് ഞാൻ വളരെയധികം എക്സൈറ്റഡ് ആണ്. കാരണം എന്തെന്നാൽ ഇന്ന് ഞാൻ അൺബോക്സിങ് ആൻഡ് റിവ്യൂ ചെയ്യാൻ പോകുന്നത് ആപ്പിളിൻ്റെ പുതിയ ഫ്ലാഗ്ഷിപ്പ് ഫോണായ iPhone 12 Pro ആണ്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. കൂടാതെ അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് ഓൾ ഓപ്ഷൻസ് കൊടുക്കുക. അപ്പോൾ ഞാൻ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയ്ക്ക് കടന്നാലോ? ലെറ്റ്സ് ഗോ. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് അൺബോക്സ് ചെയ്യാം. ഞാൻ ഈ ഫോൺ ലോഞ്ചിങ് ടൈമിൽ തന്നെ മേടിക്കാൻ ശ്രമിച്ചതായിരുന്നു, പക്ഷേ പല കാരണത്താൽ നടന്നില്ല. അവസാനം ഇവിടുത്തെ നെറ്റ്വർക്ക് പ്രൊവൈഡറിൻ്റെ അടുത്ത് നിന്ന് തന്നെ പ്രീ ഓർഡർ ചെയ്യേണ്ടി വന്നു. ബോക്സിൻ്റെ പുറകിൽ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട് പവർ അഡാപ്റ്റർ ആൻഡ് ഹെഡ്ഫോൺ സോൾഡ് സെപ്പറേറ്റ്ലി എന്ന്. ഓക്കെ, ഇത് നമുക്ക് ഓപ്പൺ ചെയ്യാം. യെസ്, ഇതാണ് നമ്മുടെ iPhone 12 Pro. ഫസ്റ്റ് ലുക്ക് തന്നെ അടിപൊളിയാണ്. കൈ പിടിക്കുമ്പോൾ തന്നെ നല്ലൊരു സാറ്റിസ്ഫാക്ഷൻ തരുന്നുണ്ട്. എനിക്ക് ഈ ഡിസൈൻ നന്നായി ഇഷ്ടപ്പെട്ടു. നമുക്ക് ഫസ്റ്റ് ബോക്സിനകത്ത് എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. ഓക്കെ, ഇതിൻ്റെ അകത്ത് ഫസ്റ്റ് വരുന്നത് USB-C to ലൈറ്റനിങ് കേബിളാണ് വരുന്നത്. ഇനി അടുത്ത എന്താ നോക്കാം. ഓക്കെ, ഫസ്റ്റിൻ്റെ അകത്ത് ഒരു സിം ഇജക്ടർ ടൂൾ വരുന്നുണ്ട്. പിന്നെ അതിൻ്റെ കുറച്ച് മാനുവൽസും പിന്നെ ഒരു ആപ്പിൾ സ്റ്റിക്കറാണ് നൽകിയിട്ടുള്ളത്. ഓക്കെ, നമുക്ക് ഈ സ്റ്റിക്കർ ഒന്ന് എടുക്കാം. ഓക്കെ, ഇനി നമുക്ക് ഫോണിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഡിസൈൻ ആൻഡ് ബിൽഡിലേക്ക് കടക്കാം. iPhone 12 Proന് വരുന്നത് ഗ്ലാസ് ബോഡിയാണ്. അതുപോലെ തന്നെ ഇതിന് മെറ്റൽ ഫ്രെയിമാണ് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഫോണൊക്കെ ഫ്ലാറ്റ് സർഫേസിൽ വയ്ക്കാം. പിന്നെ വരുന്നത് ഫ്രോസ്റ്റഡ് ബാക്ക് ഗ്ലാസ് ആണ്. പിന്നെ ഷൈനി ഫ്രെയിമാണ് കൊടുത്തിട്ടുള്ളത്. ഇത് സ്റ്റെയിൻലെസ് സ്റ്റീലിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. സെറാമിക് ഷീൽഡ് ഗ്ലാസ് ആണ് ഫ്രണ്ട് പാനലിൽ വരുന്നത്. ആപ്പിൾ അവകാശപ്പെടുന്നത് കഴിഞ്ഞ വർഷത്തേക്കാളും 3 തവണ സ്ട്രോങ്ങർ ആണ് ഈ ഗ്ലാസ് വരുന്നതെന്നാണ് പറയുന്നത്. ഈ ഫോണിന് വരുന്നത് IP68 വാട്ടർ പ്രൂഫിംഗ് ആണ്. 6 meters അണ്ടർ വാട്ടർ വരെ കൊണ്ടുപോകാൻ കഴിയുമെന്നാണ് ആപ്പിൾ അവകാശപ്പെടുന്നത്. ഇനി ഫോണിൻ്റെ സ്ക്രീനിനെ കുറിച്ച് പറയുമ്പോൾ 6.1 inch സൂപ്പർ റെറ്റിന XDR OLED ഡിസ്പ്ലേ ആണ് വരുന്നത്. 460 ppi പിക്സൽ ഡെൻസിറ്റിയാണ് ഫോണിന് നൽകിയിട്ടുള്ളത്. പിന്നെ ഈ ഫോണിന് ഒരു വൈഡർ നോച്ചാണ് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ സെൽഫി ക്യാമറയ്ക്കും 3D സ്കാനറിനൊക്കെ ഇത് ഉപകാരപ്പെടുന്നു. iPhone 11 അപേക്ഷിച്ച് ഇപ്രാവശ്യത്തെ ഐഫോണിന് നോച്ച് വരുന്നത് സ്ലൈറ്റ്ലി ചെറിയ സൈസിലാണ്. പിന്നെ ഈ ഫോണിനുള്ളത് സ്റ്റാൻഡേർഡ് 60 Hz റിഫ്രഷ് റേറ്റ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ 120 Hzൻ്റെ സൂപ്പർ സ്മൂത്ത് സ്ക്രോളിംഗ് മിസ് ചെയ്യുന്നുണ്ട്. ഈ ഫോണിലെ ഡീപ്പ് OLED ബ്ലാക്സും കളർ അക്യുറസിയും എക്സലൻ്റ് ആണ്. സ്ക്രീനിൻ്റെ വൈറ്റ് ബാലൻസ് സറൗണ്ടിങ്ങിലെ ആംബിയൻ ലൈറ്റിങ്ങിനെ അനുസരിച്ച് അഡ്ജസ്റ്റ് ആവും. അതുപോലെ തന്നെ നമുക്ക് ഈ ഫോണിൽ 800 nits ഓഫ് മാക്സിമം ബ്രൈറ്റ്നസ് ആണ് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളൊരു ബ്രൈറ്റ് സണ്ണി ഡേയിൽ പുറത്ത് പോകുമ്പോൾ നമുക്ക് സ്ക്രീനൊക്കെ നല്ല പെർഫെക്റ്റ്ലി യൂസബിൾ ആണ്. ഇനി അടുത്തൊരു കാര്യം എന്ന് പറയുമ്പോൾ ഈ ഫോണിൽ ലൗഡ് ഹൈ ക്വാളിറ്റി സ്പീക്കേഴ്സാണ് നൽകിയിട്ടുള്ളത്. ഈ ഫോണിൽ സ്റ്റീരിയോ സ്പീക്കേഴ്സാണ് വരുന്നത്. അതൊരു ഹൈബ്രിഡ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ഒരെണ്ണം ബോട്ടമിലും ഒരെണ്ണം ഇയർ പീസുമിലാണ് കൊടുത്തിട്ടുള്ളത്. iPhone 12 ആയി കമ്പയർ ചെയ്യുമ്പോൾ iPhone 12 Proയിനാണ് ലൗഡ്നെസ് ടെസ്റ്റിൽ നന്നായി സ്കോർ ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളത്. പിന്നെ ഈ ഫോണിൻ്റെ ഓഡിയോ ക്വാളിറ്റി പറയാതിരിക്കാൻ പറ്റില്ല, എക്സലൻ്റ് ആണ്. നല്ല ഗ്രേറ്റർ മിഡ് ടോൺസും ഹൈസും ബേസ് എല്ലാം ബാലൻസ്ഡ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ സ്റ്റോറേജ് ഓപ്ഷൻ പറയുമ്പോൾ ഈ ഫോണിൽ 3 ടൈപ്പ് വേരിയൻസ് ആണ് വരുന്നത്. 128GB, 256GB, 512GB എന്ന വേരിയൻസ് ആണ്. പിന്നെ കൂടാതെ അഡീഷണൽ സ്റ്റോറേജിനായി നമുക്ക് iCloud സ്റ്റോറേജ് പർച്ചേസ് ചെയ്യാം. നല്ല ഫാസ്റ്റ് ആൻഡ് സെക്യൂർ ഫേസ് ID അൺലോക്കാണ് നൽകിയിട്ടുള്ളത്. നമ്മൾ ഫിംഗർ പ്രിൻ്റ് ID പ്രതീക്ഷിച്ചെങ്കിൽ ഇപ്രാവശ്യം അവർ കൊടുത്തിട്ടുള്ളത് ഫാസ്റ്റ് ആൻഡ് സെക്യൂർ ഫേസ് ID അൺലോക്കാണ്. നമ്മൾ ഈ കോവിഡ് സിറ്റുവേഷനിൽ മാസ്ക് ഒക്കെ ധരിക്കുന്നത് കൊണ്ട് തന്നെ ഫേസ് ID അത്രത്തോളം എഫക്റ്റീവ് അല്ല. അതുകൊണ്ട് തന്നെ അവർക്ക് ഇപ്രാവശ്യം ഫിംഗർ പ്രിൻ്റ് ID കൂടെ കൊണ്ടുവരാമായിരുന്നു.
iOS 14 റിലീസ് ആയതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ വിഡ്ജറ്റ് സപ്പോർട്ട് വന്നിട്ടുണ്ട്. പിന്നെ പിക്ചർ മോഡ് നമുക്കിപ്പോൾ നല്ലൊരു ഹാൻഡി ഫീച്ചറായി മാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് മൾട്ടി ടാസ്കിംഗ് ഒക്കെ കുറച്ചും കൂടി എളുപ്പമായി. പിന്നെ ഒരു മേജർ ഇമ്പ്രൂവ്മെൻറ്റ് ഫോണിൽ കൊണ്ടുവന്നു എന്ന് പറഞ്ഞാൽ ആപ്പിളിൻ്റെ A14 ബയോണിക് ചിപ്പ് സെറ്റിൻ്റെ പെർഫോമൻസ് ആണ്. മറ്റ് ഫോണുകളെ അപേക്ഷിച്ച് A14 ബയോണിക് ചിപ്പ് ഫസ്റ്റ് 5 നാനോമീറ്റർ ചിപ്പാണ്. ഇതിൽ വരുന്നത് 6 കോർ CPU-യും 4 കോർ GPU-യും ആണ്. അതുകൊണ്ട് തന്നെ 80% ഫാസ്റ്റർ ന്യൂറൽ എഞ്ചിൻ പെർഫോമൻസും 11 ട്രില്യൺ ഓപ്പറേഷൻ പെർ സെക്കൻഡുമാണ് ഈ ന്യൂറൽ എഞ്ചിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ആപ്പിൾ അവകാശപ്പെടുന്നത് 50% ബെറ്റർ CPU പെർഫോമൻസ് ആണ്. അത് നമുക്ക് ബെഞ്ച് മാർക്ക് സ്കോഴ്സിൽ കാണാനും കഴിയും. പിന്നെ ഓൾ ഇൻ ഓൾ പറയുമ്പോൾ യൂസർ ഇൻ്റർഫേസ് നല്ല സ്നാപ്പിയും റെസ്പോൺസീവുമാണ്. GPU പെർഫോമൻസ് ഒക്കെ റിയലി ഇമ്പ്രൂവ്ഡ് ആയിട്ടുണ്ട്. ഗെയിംസൊക്കെ നല്ല സ്മൂത്ത് ആൻഡ് ഫ്ലോലെസ് ആയിട്ട് കളിക്കാൻ കഴിയുന്നുണ്ട്. പിന്നെ ഹയസ്റ്റ് ലെവൽ ഓഫ് ഗ്രാഫിക്സും ഫ്രെയിം റേറ്റും നമുക്ക് സെറ്റ് ചെയ്യാൻ കഴിയും. അതുപോലെ തന്നെ ഫ്രെയിം ഡ്രോപ്പും ഇല്ല. ഈ വർഷം ആപ്പിൾ പുതിയതായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് ക്വാൾകോം സ്നാപ്ഡ്രാഗൺ X55 എന്ന മോഡമാണ് ആപ്പിൾ ഐഫോൺ ലൈനപ്പിൽ കൊണ്ടുവന്നിരിക്കുന്നത്. ഈ വർഷം ആപ്പിൾ ഇറക്കിയിരിക്കുന്ന എല്ലാ മൊബൈലും 5G കണക്ടിവിറ്റിയോടൊപ്പമാണ്. നല്ല ഫാസ്റ്റർ ഡൗൺലോഡ് സ്പീഡും ഫാസ്റ്റർ നെറ്റ്വർക്ക് കണക്ഷനുമാണ് നമുക്ക് ലഭിക്കുന്നത്. എങ്കിലും 5G നെറ്റ്വർക്ക് പല രാജ്യങ്ങളിലും എത്തിയിട്ടില്ല. ഞാനിപ്പോൾ നിൽക്കുന്ന സ്ഥലത്തെ 5G നെറ്റ്വർക്കിൻ്റെ സ്പീഡ് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. iPhone 12നെ അപേക്ഷിച്ച് iPhone 12 Proയിൽ വരുന്നത് 6GB RAM ആണ്. ഈ എക്സ്ട്രാ മെമ്മറി നമുക്ക് മൾട്ടി ടാസ്കിന് ശരിക്കും ഹെൽപ്പ് ചെയ്യും. ഫോർ എക്സാമ്പിൾ നമ്മൾ ആപ്പ് സ്വിച്ചിങ്ങിനും പിന്നെ ഡോൾബി വിഷൻ വീഡിയോ റെക്കോർഡിങ്ങിന് വേണ്ടിയും പിന്നെ ലൈഡർ സ്കാനിങ്ങിനും വേണ്ടിയാണ്. ഇനി ഫോണിൻ്റെ ബാറ്ററി കപ്പാസിറ്റി എന്ന് പറയുമ്പോൾ 2800 mAh ബാറ്ററിയാണ് വരുന്നത്. ഇത് കഴിഞ്ഞ വർഷത്തേക്കുള്ള സ്മോളർ ബാറ്ററി കപ്പാസിറ്റി തന്നെയാണ്. 81 hours എൻഡ്യൂറൻസ് റേറ്റിംഗ് ടെസ്റ്റിൽ കാണപ്പെടുന്നത്. ഫോണിന് വരുന്നത് 20 വാട്ട് ഫാസ്റ്റ് ചാർജിങ് ആണ്. അതുകൊണ്ട് തന്നെ 0 to 60% ആവാൻ 30 minutes എടുത്തുള്ളൂ. പിന്നെ ഈ വർഷം ആപ്പിൾ കൊണ്ടുവന്നിരിക്കുന്നത് മാക്സേഫ് സപ്പോർട്ടാണ്. എങ്കിലും മാക്സേഫിൻ്റെ ആക്സസറീസ് കിട്ടിയാലേ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ കഴിയുള്ളൂ. ഓക്കെ, ഇനി നമ്മളെല്ലാവരും കാത്തിരുന്ന ക്യാമറ സ്പെസിഫിക്കേഷനിലേക്ക് കിടക്കാം. ഈ ഫ്രണ്ട് ഫേസിംഗ് ക്യാമറ വരുന്നത് 12 മെഗാപിക്സലിൻ്റെ f2.2 അപ്പർച്ചർ കൂടിയുള്ള ലെൻസാണ്. അഥവാ ടൈറ്റ് ക്രോപ്പോട് കൂടിയ ഒരു 7 മെഗാപിക്സലിൻ്റെ ഓസം ക്വാളിറ്റിയോട് കൂടിയുള്ള ഒരു പിക്ചർ കിട്ടും. ഈ ഫ്രണ്ട് ക്യാമറയിൽ വരുന്ന പോർട്രേറ്റ് മോഡ് അഡ്വാൻസ് ബൊക്കെ ആൻഡ് ഡെപ്ത് കൺട്രോൾ കൂടിയാണ്. വെൽ ബാലൻസ്ഡ് ആയ ഹൈ ഡൈനാമിക് റേഞ്ചോട് കൂടിയുള്ള ഫോട്ടോസാണ് നമുക്ക് ലഭിക്കുന്നത്. ഈ ഫ്രണ്ട് ക്യാമറയിൽ 4K 60 FPS വരെ നമുക്ക് ഷൂട്ട് ചെയ്യാം. അതുപോലെ തന്നെ സെൽഫി ക്യാമറയിൽ ഇപ്പോൾ നൈറ്റ് മോഡ് അവൈലബിൾ ആണ്. നല്ല എക്സലൻറ്റും ട്രൂ കളേഴ്സും പിന്നെ ഷാർപ്പ് ഡീറ്റെയിൽസുമായിട്ടുള്ള വീഡിയോസാണ് നമുക്ക് ലഭിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഫ്രണ്ട് ഫേസിംഗ് ക്യാമറ കൊണ്ട് നമുക്ക് സ്ലോ മോഷൻ വീഡിയോസ് റെക്കോർഡ് ചെയ്യാം. ഇതിനെ ആപ്പിൾ വിളിക്കുന്നത് സ്ലോഫി എന്നാണ്. 1080p 240 FPS വരെ നമുക്ക് ഫ്രണ്ട് ക്യാമറയിൽ സ്ലോ മോഷൻ റെക്കോർഡ് ചെയ്യാം. ഇനി നമ്മുടെ റിയർ ക്യാമറാസ് എന്ന് പറയുമ്പോൾ 3 ഡിഫറെൻറ്റ് ലെൻസസ് വരുന്നുണ്ട്. ആദ്യത്തെ വരുന്നത് 12 മെഗാപിക്സലിൻ്റെ മെയിൻ ക്യാമറയാണ്. അത് f1.6 അപ്പർച്ചർ കൂടിയുള്ളതാണ്. അടുത്തത് വരുന്നത് 12 മെഗാപിക്സലിൻ്റെ അൾട്രാ വൈഡ് f2.4 അപ്പർച്ചർ കൂടിയുള്ള ലെൻസാണ്. ഇനി മൂന്നാമത് വരുന്നത് 12 മെഗാപിക്സലിൻ്റെ 2x ടെലിഫോട്ടോയും f2.0 ആണ് ഇതിൻ്റെ അപ്പർച്ചർ വരുന്നത്. പിന്നെ വരുന്നത് ലൈഡർ സ്കാനറാണ്. ആപ്പിൾ പുതിയ ഫോണിൽ കൊണ്ടുവന്നിരിക്കുന്ന പുതിയൊരു ക്യാമറ ഫീച്ചറാണ് ലൈഡർ സ്കാനർ എന്ന് പറയുന്നത്. ഈ ലൈഡർ സ്കാനറിന് ഫോട്ടോസിലെ എഡ്ജ് ഡിറ്റക്ഷൻസ് ഒക്കെ പെർഫെക്റ്റായി കാൽക്കുലേറ്റ് ചെയ്യാൻ കഴിയും. അതുകൊണ്ട് തന്നെ ബെസ്റ്റ് റിസൾട്ട്സാണ് നമുക്ക് പോർട്രേറ്റ് ഫോട്ടോസിലൊക്കെ ലഭിക്കുന്നത്. കഴിഞ്ഞ ഫോണുകളിൽ ഫോക്കസിങ്ങിൻ്റെ ഇഷ്യൂ ഉണ്ടായിരുന്നു ലോ ലൈറ്റ് സിറ്റുവേഷൻസിൽ. എന്നാൽ ലൈഡർ സ്കാനർ ഉള്ളതുകൊണ്ട് തന്നെ ലോ ലൈറ്റ് സിറ്റുവേഷനിൽ കറക്റ്റായിട്ടുള്ള ഫോക്കസ് നമുക്ക് ലഭിക്കും. ഓഗ്മെൻറ്റഡ് റിയാലിറ്റിയുടെ അപ്ലിക്കേഷൻ കൊണ്ട് 3D സ്പേസിലുള്ള ഒബ്ജക്ട്സ് ഒക്കെ നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാം. ലൈഡർ സ്കാനർ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് സ്കാനിങ് ആപ്ലിക്കേഷൻസിൽ കറക്റ്റായിട്ടുള്ള മെഷർമെൻറ്റ്സ് ഒക്കെ നമുക്ക് ഒബ്ജക്ട്സിൻ്റെ അളക്കാൻ കഴിയും. ഡേ ലൈറ്റിൽ എടുക്കുന്ന ഫോട്ടോസൊക്കെ നല്ല അമേസിംഗ് ആണ്. നല്ല ഡീറ്റെയിൽസും ലോ നോയ്സ് ലെവലുമുള്ള ഫോട്ടോസാണ് നമുക്ക് ലഭിക്കുന്നത്. ഫോട്ടോ എടുത്തതിന് ശേഷം നല്ല ബാലൻസ് ഷാർപ്നെസ്സും ആക്യുറേറ്റ് കളേഴ്സും ഗുഡ് കോൺട്രാസ്റ്റുമുള്ള ഔട്ട്പുട്ട് തന്നെയാണ് നമുക്ക് ലഭിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഹൈ ഡൈനാമിക് റേഞ്ച് പറയാതിരിക്കാൻ പറ്റില്ല, ഓസമാണ്. ഫോർഗ്രൗണ്ടിൻ്റെയും ബാക്ക്ഗ്രൗണ്ടിൻ്റെയും ഹൈലൈറ്റ്സ് ഒക്കെ നല്ല ബാലൻസ്ഡ് ആയിട്ടാണ് വരുന്നത്. പിന്നെ അൾട്രാ വൈഡിൻ്റെ ഫീൽഡ് ഓഫ് വ്യൂ എന്ന് പറയുന്നത് നല്ല സൂപ്പർ വൈഡാണ്. ഡിസ്റ്റോർഷൻ ഒന്നും ഒട്ടും തന്നെ ഇല്ല. പിന്നെ അടുത്തത് പറയുന്നത് ഇതിൻ്റെ 2x ടെലിഫോട്ടോ ലെൻസാണ്. മെയിൻ ക്യാമറ പോലെ തന്നെയാണ് ഇതിൻ്റെ 2x ടെലിഫോട്ടോയുടെ ക്വാളിറ്റി എന്ന് പറയുന്നത്. നല്ല അമേസിങ് കളർ ടോണും
നല്ല കോൺട്രാസ്റ്റും നല്ല ഷാർപ്നെസ്സും കൂടിയുള്ള ഇമേജസ് തന്നെയാണ് നമുക്ക് ലഭിക്കുന്നത്. ഇനി നമുക്ക് ലോ ലൈറ്റ് കാപ്പബിലിറ്റീസ് എന്താണെന്ന് നോക്കാം. ലോ ലൈറ്റ് സിറ്റുവേഷനിൽ ഇതിൻ്റെ നൈറ്റ് മോഡ് ഓട്ടോമാറ്റിക്കലി ട്രിഗർ ആയിട്ട് ഓൺ ആവും. അഥവാ നമുക്കിതിൻ്റെ ഓപ്ഷൻ ഓഫായിട്ടും ഇടാം. നൈറ്റ് മോഡ് ആക്ടിവേറ്റ് ആയ ഇതിൻ്റെ ഷട്ടർ 1 or 2 seconds വെയിറ്റ് ചെയ്ത് ഫോട്ടോ ക്ലിക്ക് ചെയ്യും. ഈ ലോ ലൈറ്റിൽ എടുക്കുന്ന ഫോട്ടോസ് തന്നെ നല്ല അടിപൊളിയാണ്. നല്ല ഷാർപ്പ് ആൻഡ് ഡീറ്റെയിൽഡ് ഫോട്ടോസും ട്രൂ കളേഴ്സും പിന്നെ ഒട്ടും തന്നെ നോയ്സ് ഇല്ലാത്ത ഫോട്ടോസ് തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. ലോ ലൈറ്റിലെടുക്കുന്ന ഫോട്ടോസിൻ്റെ ഹൈലൈറ്റ്സും ഷാഡോസും ഒക്കെ നല്ല പ്രിസർവ്ഡ് ആയിട്ടാണ് ഇരിക്കുന്നത്. നല്ല ബാലൻസ്ഡ് കണ്ടീഷനാണ്. കഴിഞ്ഞ വർഷത്തെ ആപ്പിളിൻ്റെ ഐഫോണിനെ അപേക്ഷിച്ച് ഇപ്രാവശ്യം അൾട്രാവൈഡ് ക്യാമറയിൽ നൈറ്റ് മോഡ് സപ്പോർട്ട് ചെയ്യും. നമ്മൾ രാത്രി സൂം ചെയ്തെടുക്കുന്ന ഫോട്ടോസ് എല്ലാം ഒന്നിലും കിട്ടുന്നത് ടെലിഫോട്ടോ ലെൻസിൽ നിന്നുള്ള ഒരു ഫോട്ടോ ആയിരിക്കും, അഥവാ മെയിൻ ക്യാമറയിൽ നിന്നൊരു ഡിജിറ്റൽ ക്രോപ്പോട് കൂടിയുള്ള ഒരു ഫോട്ടോ ആയിരിക്കും. അതായത് എത്രത്തോളം ഡാർക്കാണ് സിറ്റുവേഷൻ എന്നനുസരിച്ച് ലെൻസ് സ്വിച്ച് ആവുന്നതായിരിക്കും. ഇപ്പോൾ ടെലിഫോട്ടോ ലെൻസാണ് ഓൺ ആയതെങ്കിൽ നമുക്ക് ഫോട്ടോസിനൊക്കെ ബെറ്റർ ദാൻ എക്സ്പെക്റ്റഡ് ഡീറ്റെയിൽസ് കിട്ടും. അതുപോലെ തന്നെ HDR മോസ്റ്റ് ഓഫ് ദ ഹൈലൈറ്റ്സ് റീസ്റ്റോർ ചെയ്യും. അതുപോലെ തന്നെ നമുക്ക് ടെലിഫോട്ടോ ലെൻസിൽ നമുക്ക് പോർട്രേറ്റ് മോഡ് അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് 2x ടെലിഫോട്ടോ കണ്ട് പോർട്രേറ്റ് മോഡിൽ ഫോട്ടോസ് എടുക്കാൻ കഴിയും. ഇതൊരു 52 mm ഫോക്കൽ ലെങ്ത് കൂടിയുള്ള ഒരു ലെൻസാണ്. പിന്നെ നൈറ്റ് മോഡ്സിലൊക്കെ എടുക്കുന്ന പോർട്രേറ്റ്സൊക്കെ അൺബിലീവബിൾ ആണ്. f2.0 അപ്പർച്ചർ ആയതുകൊണ്ട് തന്നെ നല്ല ലൈറ്റിങ്ങും ഷാർപ്നെസ്സും ലോ നോയ്സ് ലെവൽസുള്ള ഫോട്ടോസ് ആയിരിക്കും ലഭിക്കുന്നത്. ഈ 3 ലെൻസിനും അപ് ടു 4K റെസൊല്യൂഷൻ 60 ഫ്രെയിം പെർ സെക്കൻഡിൽ ഷൂട്ട് ചെയ്യാൻ കഴിയും. iPhone 12 Proയിൽ എടുക്കുന്ന വീഡിയോസ് എല്ലാം 10-bit ഡോൾബി വിഷൻ HDR10 ഫോർമാറ്റ് കൂടിയുള്ള വീഡിയോസാണ്. ഈ ഡോൾബി വിഷൻ ഫീച്ചർ എന്ന് പറയുന്നത് വലിയൊരു ഇമ്പ്രൂവ്മെൻറ്റ് തന്നെയാണ് വീഡിയോഗ്രാഫി എന്ന മേഖലയിൽ കൊണ്ടുവന്നിരിക്കുന്നത്. ആപ്പിൾ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. ടെലിഫോട്ടോ ക്യാമറയിൽ എടുക്കുന്ന വീഡിയോസ് എല്ലാം മെയിൻ ക്യാമറയുടെ അത്രയ്ക്കുള്ള അമേസിങ് സെയിം ക്വാളിറ്റി തന്നെ നമുക്ക് ലഭിക്കുന്നുണ്ട്. പിന്നെ 4K അൾട്രാവൈഡും നല്ല ഡീസൻറ്റ് ആൻഡ് അമേസിങ് ക്വാളിറ്റി തന്നെ നമുക്ക് ലഭിക്കുന്നുണ്ട്. നമുക്ക് iPhone 12 Proയിൽ HDR വീഡിയോ ഇൻ ഡോൾബി വിഷൻ ഡൈനാമിക് HDR വീഡിയോ ഫോർമാറ്റിൽ ഷൂട്ട് ചെയ്യാം. അപ് ടു 4K 60 ഫ്രെയിംസ് പെർ സെക്കൻഡിൽ നമുക്ക് ഷൂട്ട് ചെയ്യാൻ കഴിയുന്നുള്ളതാണ്. ഈ വീഡിയോസ് എല്ലാം നോൺ HDR സ്ക്രീനിൽ കണ്ടു കഴിഞ്ഞാൽ ഇത് നോർമലായിട്ട് തന്നെ തോന്നും. കാരണം എന്തെന്നാൽ ഡോൾബി വിഷൻ്റെ ഇൻഫോർമേഷൻ സെപ്പറേറ്റ് ആയിട്ടാണ് സേവ് ചെയ്തിട്ടുള്ളത്. നല്ല ഇംപ്രസീവ് വീഡിയോസ് തന്നെയാണ് നമുക്ക് 4K വീഡിയോസ് ലോ ലൈറ്റിൽ എടുക്കുമ്പോൾ കിട്ടുന്നത്. ലോ ലൈറ്റ് വീഡിയോസ് ടെലിഫോട്ടോ ലെൻസിലെടുക്കുമ്പോൾ നല്ല അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ള ക്വാളിറ്റി തന്നെയാണ്. ഇലക്ട്രോണിക് സ്റ്റെബിലൈസേഷൻ നമുക്ക് എല്ലാ ക്യാമറസിലും ഓൾ റെസൊല്യൂഷനിലും നമുക്ക് കിട്ടും. പിന്നെ പറയാതിരിക്കാൻ പറ്റില്ലല്ലോ, ഐഫോണിലെ വീഡിയോ സ്റ്റെബിലൈസേഷൻ ഫാൻറ്റാസ്റ്റിക് ആണ്. നല്ല സ്റ്റെബിലൈസേഷനും ഒട്ടും ഷേക്കും ഇല്ലാത്ത നല്ല ക്ലീൻ ഫുട്ടേജ് തന്നെയാണ് നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ ഒപ്പീനിയൻസൊക്കെ കമൻറ്റ്സിൽ ഷെയർ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. ദിസ് ഇസ് പ്രണയ് സൈനിങ് ഔട്ട്.